വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ, അതുപോലെ ഈ ആഴ്ചയിലെ ഓരോ ദിവസത്തെയും എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കേട്ടതുപോലെ ഈ ആഴ്ചയിലും നമ്മുടെ യൂത്ത് കോൺഫറൻസിൽ നിന്നുള്ള ചില സന്ദേശങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നെഹമായ നിങ്ങളോട് സംസാരിക്കും. പ്രത്യേകിച്ച് യുവജനങ്ങൾ, മുതിർന്നവർ എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു സന്ദേശമാണ്. ഹൗ ക്യാൻ യു ഗെറ്റ് ക്ലോസർ ടു ജീസസ്. അപ്പോൾ തന്നെ ഓർക്കുക, നാളെ കാലിക്കറ്റിൽ നമ്മുടെ യൂത്ത് കോൺഫറൻസ് റീജിയൻ നമ്പർ 4 നടക്കുകയാണ്. എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ ടീൻസിനെയും യൂത്ത്സിനെയും ഈ ക്യാമ്പിലേക്ക് പറഞ്ഞു വിടണം. തീർച്ചയായും യേശു അവരെ സ്പർശിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ഈ സമയത്ത് കൊല്ലത്തു നിന്നുള്ള ആൻസിൽ ഫ്രാൻസിസിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ ആൻസിലയുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആൻസില. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ആൻസിലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തനിക്ക് ദൈവഹിതപ്രകാരമുള്ള ആ ജോലി തിരഞ്ഞെടുക്കുവാൻ അങ്ങ് പ്രത്യേകമായി സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ നല്ല ആരോഗ്യത്തിൽ കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള സൗഖ്യം കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, ഇന്നലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ആൻസിലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മകളുടെ മേൽ സകല അനുഗ്രഹങ്ങളും വന്ന് ചേരട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും പൈതലിനോടുകൂടെ ഇരിക്കണമേ. ജ്ഞാനത്താൽ, ദൈവകൃപയാൽ എല്ലാം അങ്ങ് നിറയ്ക്കുന്നതിനാൽ നന്ദി പറയും. അതുപോലെ കർത്താവെ, അനേകരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇനിയും ഇതുപോലെ എപ്പിസോഡുകളുടെ പിന്നിൽ പ്രവർത്തിക്കുവാൻ എത്രയും വേഗം ഇവർക്ക് കൃപ കൊടുക്കണമേ എന്നുകൂടെ അവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അടുത്ത ഒരു വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കൂടെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള ജിഞ്ചു സി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരി ജിസ ജോർജിൻ്റെ വിവാഹം ഇന്നാണല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ജിസയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മംഗളകരമായി വിവാഹം നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനാവിലെ വീട്ടിൽ യേശു നിന്ന് സകലവും നിവൃത്തിയാക്കിയതുപോലെ കർത്താവ്, ലെറ്റ് ദിസ് വെഡിങ് ബി മെമ്മറബിൾ വിത്ത് യുവർ പ്രസൻസ് ലോർഡ്. മാത്രമല്ല, നല്ല ഒരു വിവാഹ ജീവിതം, കുടുംബജീവിതം ഈ മകൾക്കുണ്ടാകാൻ വേണ്ടി കൂടെ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ജിഞ്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് NTPCയിൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ തനിക്ക് നല്ല ഒരു ജോലി ലഭിച്ചതിന് ഒരു നന്ദി സൂചകമായി ഇത് ചെയ്തിരിക്കുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ നല്ല ആരോഗ്യം നൽകണമേ. സകല അനുഗ്രഹങ്ങളാലും മാതാപിതാക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച്. God bless you. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം നവംബർ 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. സഹോദരിയുടെ പേര് ലീന എന്നാണ്. അമ്മ
ലീനയുടെ കുഞ്ഞാണ് കയ്യിലിരിക്കുന്നത്. യേശു കർത്താവ് ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, ഇവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷത്തോളമായി കുഞ്ഞുങ്ങളിലായിരുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് അവർ ചെക്കപ്പിന് ചെന്നപ്പോൾ അവിടെ ഡോക്ടേഴ്സ് കണ്ടെത്തിയത് ഭർത്താവിന് കൗണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു. കൗണ്ടിൻ്റെ കുറവ് മൂലം ഇവർ മെഡിസിൻ എടുക്കാൻ തുടങ്ങി. മെഡിസിൻ എടുത്തിട്ട് ആ കൗണ്ടിൻ്റെ കുറവ്, അതിനകത്തൊരു വർധനവോ ഒരു മാറ്റവും അവർ കാണുന്നില്ലായിരുന്നു. ഒത്തിരി നാളുകൾ അവർ മരുന്ന് കഴിച്ചു. എന്നാൽ വിഷമിച്ചുകൊണ്ട് ഈ മകൾ ഒരു ദിവസം വീട്ടിൽ ഇവിടെ വന്നിട്ട് അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞ് പറഞ്ഞു, ഇനി എനിക്കൊരു വിഷമത്തോടെ വന്ന് പറഞ്ഞു, ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാവുമോ എന്നോർത്ത് അതുപോലെ ഭാരപ്പെട്ട് കരഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ അമ്മ ചെയ്തത് നമ്മുടെ 2013 ജൂലൈ മാസം ഇവിടെ നടന്ന, ഏകദേശം ജൂലൈ മാസമാണെന്ന് തോന്നുന്നു, ജൂലൈ മാസം ഇവിടെ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ അമ്മ വന്ന് പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു. അവർ പറയുന്നത് ഒരു ഒക്ടോബർ മാസം എത്തിയപ്പോൾ ഈ സഹോദരി പ്രഗ്നൻ്റ് ആയി. അത് മാത്രമല്ല, അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ജൂലൈ മാസം, അതായത് 1 വർഷത്തിന് ശേഷം ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവം അവർക്ക് കൊടുത്ത് അവരെ മാനിച്ചിരിക്കുകയാണ്. ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവരോട് വന്നിരിക്കുന്നത്. കൈകളടിച്ച യേശുവിന് നന്ദി പറയാം. ഈ കുഞ്ഞിനെ ലഭിച്ച ശേഷം എന്താണ് പറയാനുള്ളത്? യേശുവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കർത്താവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്നത് ഒന്നുമില്ല, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. കൈകളെ ഉയർത്തി യേശുവിന് നന്ദി പറയാം. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. നവംബർ 10 ചൊവ്വാഴ്ച, SK പൊറ്റക്കാട് ഹാൾ, പുതിയറ, കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 0484 422 171. നമ്മുടെ ഇടയിൽ നിന്നും നെഹമായ ഡാമിയൻ ഒരു മെസ്സേജ് ഷെയർ ചെയ്തായിരുന്നു നമ്മളോടൊപ്പം. എന്തായിരുന്നു അതിൻ്റെ ടോപ്പിക്ക്? എനിക്ക് തോന്നുന്നു, യെസ്, അഞ്ജലി പറഞ്ഞു, ഹൗ ടു ഗെറ്റ് ക്ലോസ് ടു ജീസസ്. അതായിരുന്നു അല്ലേ ടോപ്പിക്? സോ അതിൻ്റെ ഒപ്പം തന്നെ പ്യുവർ റിപ്പൻറ്റൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞായിരുന്നു. ബിക്കോസ് സിൻ ഇസ് ഓൾവേസ് ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് തടസ്സമായി നിൽക്കുന്നൊരു ഇതാണ്, ഒരു ഫാക്റ്റാണ് പാപം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മളൊരു സിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് വി ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് ആക്ച്വലി എ ബിഗ് സിൻ ദാറ്റ് വി ഡിഡ്, അപ്പം വി ഷുഡ് ഓൾവേസ് റിപ്പൻറ്റ്. അതെ, നെഹമായ ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിന്നിൽ നിന്നും വിട്ടുമാറി ജീവിച്ചെങ്കിലേ നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ, അതിൽ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതെ, വളരെ നല്ലൊരു പോയിന്റ് ആയിരുന്നു അത്. അതായിരുന്നു അതിലെ മെയിൻ ഫോക്കസ് ഈവൻ അല്ലേ. അതുപോലെ തന്നെ വേറെയും പോയിന്റ്സ് നെഹമായ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. He just started the class by asking a question, where we are heading to, that is either to hell or heaven, and later he himself redefined the term, that is, are you sure that you will go to heaven? അതെ, that is the point. Quite touching ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അത്. വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അതെ. പിന്നെ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഷൈൻ ഫോർ ജീസസ്, എങ്ങനെ ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രകാശിക്കാം. അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ജീസസ് ഹിംസെൽഫ്. കാരണം ഹി സ്റ്റാർട്ടഡ് ഹിസ് മിനിസ്ട്രി അറ്റ് ദ ഏജ് ഓഫ് 33 ഐ തിങ്ക്. സോ അതായിരുന്നു ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് എക്സാമ്പിൾ നെഹമായ പറഞ്ഞത്. സോ നമ്മളും ഈ ഒരു ഏജ്, അല്ലാതെ ഈ യൂത്ത് എന്ന് പറഞ്ഞ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം ഫോർ മിനിസ്ട്രിക്ക് പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ളൊരു സമയമാണ്, ഏജ് ആണ്. കാരണം ഏറ്റവും വിഗറസ് ആയിട്ടുള്ള ജലസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നമ്മുടെ ആ ഏജിൽ നമുക്ക് തോന്നുന്ന പാഷൻ നമ്മളുടെ ഈ ഒരു ഏജിലെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, നമുക്ക് തോന്നാൻ പറ്റത്തുള്ളൂ. കുറച്ചും കൂടെ കഴിഞ്ഞ് ഇതെല്ലാം കുറച്ചും കൂടെ പഠിച്ച് കുറച്ചും കൂടെ സ്പിരിച്വലി വളർന്നൊരു ഏജ്ഡൊക്കെ ആയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം ശരിയാവത്തില്ല. നമ്മളിപ്പോൾ തുടങ്ങിയെങ്കിലേ
അപ്പം എത്തുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കത്താൻ തുടങ്ങത്തുള്ളൂ. അതാണ് നെഹമായ ഷെയർ ചെയ്ത മറ്റൊരു ഒരു ഇമ്പോർട്ടൻറ്റ്. അതെ, വളരെ പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഭയങ്കര ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടിയായിരുന്നു, ഭയങ്കര ഒരു സ്റ്റിറിങ് ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടിയായിരുന്നു അത്. Before I say anything, I would like to ask you a couple of questions. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. Are you ready for the questions? ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി തയ്യാറാണോ? So all of you just close your eyes. നിങ്ങളിപ്പോൾ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. My first question is, ആദ്യത്തെ ചോദ്യം ഇതാണ്. where do you think you are heading to? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? I mean spiritually, where do you think you are heading to? ആത്മീകമായി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? Have you got the answer? നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയോ? Yes? ഉത്തരം കിട്ടിയോ? You don't have to say that out loud. നിങ്ങൾ ശബ്ദത്തിൽ പറയണമെന്നില്ല. I don't want to hear that. അതെനിക്ക് കേൾക്കണമെന്നില്ല. It is just for a self-assessment. അത് സ്വയം ഒരു പരിശോധനയ്ക്ക് വേണ്ടി മാത്രമാണ്. Close your eyes. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. A lot of other questions can be connected to this. ഇതിനോട് ചേർത്ത് വെച്ച് ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. How can you get to that place? നിങ്ങൾ ആ പോകാൻ ഉദ്ദേശിച്ച ആ സ്ഥലത്തേക്ക് എങ്ങനെ നിങ്ങൾക്ക് പോകുവാൻ കഴിയും? Have you thought about it? നിങ്ങളത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ആത്മീകമായി നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നത് എങ്ങനെ നിങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയും? There's one more question. ഒരു ചോദ്യം കൂടിയുണ്ട്. Who do you want to follow? നിങ്ങൾ ആരെയാണ് അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി പിൻഗമിക്കുവാൻ, ആരുടെ പിറകെയാണ് നിങ്ങൾ പോകുന്നത്? It's all spiritual. ഇതെല്ലാം ആത്മീകമായ കാര്യം മാത്രമാണ്. So I think probably everyone understood what I'm going to talk about. ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായി ഞാൻ ചിന്തിക്കുകയാണ്. I think it's everyone probably know what I'm going to talk about. ഞാനിത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. I'll be talking about how to get close to Jesus. എങ്ങനെ യേശുവിൻ്റെ അടുക്കലേക്ക് ചെയ്യാം, യേശുവിനോട് കൂടുതൽ അടുക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. If you are writing the title, you can write how can you get closer to Jesus. നിങ്ങൾ ടൈറ്റിൽ അതിൻ്റെ തലക്കെട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, എങ്ങനെ യേശുവിനോട് കൂടുതൽ അടുക്കാം. And then I will be talking about how to shine for Jesus. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെ യേശുവിന് വേണ്ടി കൂടുതൽ പ്രകാശിക്കാം. So all done? So now look at me. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാലും I gave you a bit of time after each question to analyze and introspect yourself. ഞാൻ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിന് ശേഷവും നിങ്ങളെ ഒന്ന് സ്വയം പരിശോധിക്കുവാനും അതിനുശേഷം അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനുള്ള സമയം നിങ്ങൾക്ക് ഞാൻ തന്നായിരുന്നു. So I hope all of you have had a rough idea where you are. ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവരും എവിടെയാണ് നിങ്ങൾ ആയിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ഏകദേശമായ ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. So let's begin. നമുക്ക് തുടങ്ങാം. So I started by asking you a question. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. I asked you, where do you think you are heading to? നിങ്ങൾ എങ്ങോട്ട് പോകുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? I mean spiritually, where do you think you're going to? ആത്മീകമായി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? Unfortunately, there are only two places to go. നമുക്ക് നിർഭാഗ്യകരമായി 2 സ്ഥലങ്ങളിലേക്ക് മാത്രമേ നമുക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. What are the 2 places that we can go? എവിടേക്കാണ് നമുക്ക് ആത്മീകമായി ചിന്തിക്കുകയാണെങ്കിൽ 2 സ്ഥലങ്ങൾ എവിടേക്കൊക്കെയാണ് നമുക്ക് പോകാൻ കഴിയുന്നത്? Can someone say the answer? അതിന്റെ ഉത്തരം ഒന്ന് പറയാമോ? എവിടേക്കാണ് നമുക്ക് പോകാൻ കഴിയുന്നത്? You can go either to heaven or you can go to hell. നമുക്ക് സ്വർഗ്ഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ നമുക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. There is no purgatory or there is no intermediate place. അതിന്റെ ഇടയിലുള്ള ഒരു സ്ഥലം, സ്വർഗ്ഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഒരു സ്ഥലം അവിടെ ഇല്ല. That is just a wrong belief. അത് തെറ്റായ ഒരു വിശ്വാസം മാത്രമാണ്. So either go to heaven or you go to hell. നമ്മൾ ഒന്നെങ്കിൽ സ്വർഗ്ഗത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ നരകത്തിലേക്കോ നമ്മൾ പോവുകയുള്ളൂ. So I started by asking a question. I asked you, where do you think you're heading to? ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ചോദിച്ചു. And I'm just redefining the question again. ആ ചോദ്യത്തെ ഒന്ന് കുറച്ചും കൂടെ മാറ്റി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. I'm going to ask you, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, are you sure that you're going to heaven? നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്? You might think that you're going to heaven for sure. Some people might think that you're going to heaven for sure. ചില ആളുകൾ ഞങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുന്നു എന്ന് അവർ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. Or you might think, yeah, I might. ചിലർ ചിന്തിക്കും ഞാൻ പോകുമായിരിക്കാം. Or some people might be so unhappy with their life that they wouldn't even want to answer that question. ചില ആളുകൾ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും മടിക്കും.
at the end of the day, there are only two options left. എന്നാൽ ഇതിന്റെ അവസാനമായി 2 ഉത്തരങ്ങൾ മാത്രമാണ് അതിനകത്ത് You അവശേഷിക്കുന്നത്. can go to either heaven or you can go to hell. നമുക്ക് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ പോകുവാൻ കഴിയും. If you want to go to heaven, you must start living a good life. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം നിങ്ങൾ നയിക്കേണ്ടതുണ്ട്. If you think you're going to heaven, that's great. That's truly great. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. But if you are not sure that you're going to heaven, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുമെന്നുള്ളൊരു ഉറപ്പില്ലെങ്കിൽ, or you are unsure about going to heaven, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ, what should you do? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? That is the question that many of you might be asking me. നിങ്ങൾ ഈ സമയത്ത് അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും എന്നോട് So I would ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. like to answer that question. ഞാൻ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകട്ടെ. It is very simple. അത് വളരെ എളുപ്പമാണ്. According to the word of God, you must repent before God. ആ ദൈവത്തിന്റെ വചനത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടുക എന്ന് നമുക്ക് കാണാം. Let's just read a verse right now. നമുക്കിപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. Let's go to Romans 10:9. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. It says that if you confess with your mouth Jesus is Lord and believe in your heart that God raised him from the dead, you will be saved. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. So what is repentance? എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത്? Many people might have different interpretations of repentance. ഒത്തിരി ആളുകൾ ഈ മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് വിവിധ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. We know John the Baptist had only one message. യോഹന്നാൻ സ്നാപകന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സന്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. He came to prepare the way for Jesus. അദ്ദേഹം യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടി വന്നവനാണ്. But all he preached about was repentance. അദ്ദേഹം പ്രസംഗിച്ച ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാനസാന്തരം മാത്രമായിരുന്നു. He said, repent because the kingdom of God is near. അദ്ദേഹം പ്രസംഗിച്ചു മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. And he wanted everyone to baptize as an act to pledge their allegiance to Jesus. അദ്ദേഹം അതിനു വേണ്ടി എല്ലാവരും മാനസാന്തരത്തിനുള്ള ഒരു പ്രതീകമായി സ്നാനത്തിലേക്ക് നയിക്കുവാൻ ഇടയായി തീർന്നു. So I like to define repentance as repentance is when you understand that you have made a mistake and you want to come back to the Lord. ഇത് മാനസാന്തരം എന്ന് പറയുന്നതിന് ഞാൻ ഇങ്ങനെയൊരു കാര്യം പറയട്ടെ. നിങ്ങളൊരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. It should come from the heart. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് It വരേണ്ടത്. should not come from the mind. നമ്മുടെ മനസ്സിൽ നിന്നല്ല It വരേണ്ടത്. should come from the heart. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ അകത്ത് നിന്നാണ് വരേണ്ടത്. Tell your neighbor also, മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് പറയുക, God will not forgive you without repentance. മാനസാന്തരമില്ലെങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കുകയില്ല. Forgiveness from God will not come without repentance. ദൈവത്തിൽ നിന്നുള്ള ക്ഷമ, നമ്മൾ തെറ്റ് ചെയ്തുള്ള ക്ഷമ ലഭിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും അത് ലഭിക്കുകയില്ല. What did Paul do before he came to Jesus? പൗലോസ് യേശുവിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? Was he born as a big minister? അദ്ദേഹം ഒരു വലിയൊരു ശുശ്രൂഷകനായിരുന്നു. Did he live all his life with Jesus? അദ്ദേഹം തന്റെ ജീവിതത്തിൽ യേശുവിനോട് കൂടെയാണോ അദ്ദേഹം ജീവിച്ചത്? The Bible says Paul persecuted the church. ബൈബിൾ പറയുന്നു പൗലോസ് സഭയെ ഒത്തിരി ഉപദ്രവിച്ചവനാണ്. Can you imagine? നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുമോ? A persecutor of the church. സഭയെ, യേശുവിന്റെ സഭയെ ഉപദ്രവിച്ചവനാണ് പൗലോസ്. Winning souls, bringing Gentiles. അദ്ദേഹമാണ് ഇപ്പോൾ ജാതികളെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. We cannot even imagine. അത് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. But Jesus has plans for you. എന്നാൽ യേശുവിന് നിങ്ങളെ പറ്റി ഒത്തിരി പദ്ധതികളുണ്ട്. Amen. Amen. So Paul was on a horseback on the road to Damascus. അദ്ദേഹം ഒരു കുതിരയുടെ പുറത്ത് ഡമാസ്കസിലേക്ക് പോവുകയായിരുന്നു. He was busy killing believers, attacking churches. അദ്ദേഹം ഒത്തിരി സഭകളെയും വിശ്വാസികളെയൊക്കെ ഉപദ്രവിച്ച് കൊന്നുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. And then he suddenly fell from the horse. പെട്ടെന്ന് അദ്ദേഹം കുതിരയുടെ പുറത്ത് നിന്ന് താഴെ വീണു. What happened? എന്താണ് സംഭവിച്ചത്? A huge light just hit on him. അദ്ദേഹത്തിന്റെ മേൽ വലിയൊരു വെളിച്ചം വന്ന് പതിച്ചു. And then he fell from the horse and he was blind for some days. അദ്ദേഹം കുതിരയുടെ പുറത്ത് വീണു. കുറച്ച് ദിവസങ്ങൾ അത് കണ്ടും കാണാതെ അദ്ദേഹമായിരുന്നു. And at that time he understood Jesus himself made a personal appearance there. ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി യേശു കർത്താവ് തന്നെ അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. And he understood that he had to repent suddenly. അദ്ദേഹത്തിന് മനസ്സിലായി പെട്ടെന്ന് മാനസാന്തരപ്പെടേണ്ട ആവശ്യകത അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു. And not only did he repent,
അദ്ദേഹം മാനസാന്തരപ്പെടുക മാത്രമല്ല He ചെയ്തത്, did not persecute the church anymore. അദ്ദേഹം പിന്നീട് ദൈവത്തിന്റെ സഭകളെ, വിശ്വാസികളെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. Amen. ആമേൻ. So Paul not only stopped persecuting the church, പൗലോസ് ഈ സഭയെ ഉപദ്രവിക്കുന്നത് നിർത്തിയത് മാത്രമല്ല, he started bringing more and more people to the church അദ്ദേഹം ദൈവത്തിന്റെ സഭയിലേക്ക് കൂടുതലായ ആളുകളെ കൊണ്ടുവരാനിടയായി from തീർന്നു. different countries. വിവിധ രാജ്യങ്ങളിൽ നിന്ന്. That is the change God can bring in your life. അതുപോലെ ഒരു വലിയ മാറ്റമാണ് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിന് ചെയ്യുവാൻ So കഴിയുന്നത്. listen here, listen. I have a message for you today. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നൽകുവാൻ ഒരു സന്ദേശം എൻ്റെ കയ്യിലുണ്ട്. This morning time, I would like to tell you. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. You might have sinned a lot. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങൾ നിങ്ങൾ You might ചെയ്തിട്ടുണ്ടായിരിക്കും. have done things that others cannot even imagine doing it. മറ്റുള്ള ആളുകൾക്ക് ഇവിടെ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായി പല പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. But listen now, when you meet Jesus, when you have an encounter with Jesus, He can change your life. നിങ്ങൾ എന്നോട് ശ്രദ്ധിക്കുക. നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ, യേശുവുമായി വലിയൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. Your past does not matter to Jesus. നിങ്ങളുടെ പഴയകാല ജീവിതം യേശുവിന് അതൊരു കാര്യമേ അല്ല. Your past is invalid to Jesus. യേശുവിന്റെ മുമ്പിൽ നിങ്ങളുടെ പഴയ ജീവിതം ഒരു പ്രശ്നമേ അല്ല. You might not have any talent inside you. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല കഴിവുകൾ ഉണ്ടായിരിക്കാം. You might have failed all your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ നിങ്ങൾ നേരിട്ടുണ്ടാവും. If you repent now and believe, the God can set you free. എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ തിരിയുകയാണെങ്കിൽ യേശുവിന് നിങ്ങളെ പൂർണ്ണമായി സ്വതന്ത്രമാക്കുവാൻ കഴിയും. Just as He did in the life of Paul. പൗലോസിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉദയപൂർ നവംബർ 25 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വിവേകാനന്ദ ഓഡിറ്റോറിയം, മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഉദയപൂർ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ട നവംബർ 26 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഇമ്മാനുവൽ മിഷൻ ചർച്ച് ഓഡിറ്റോറിയം, കോട്ട ജംഗ്ഷൻ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡൽഹി നവംബർ 27 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. സെയിന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയം, സെയിന്റ് തോമസ് കമ്മ്യൂണിറ്റി ഹാൾ, 59 മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷന് സമീപം, ന്യൂഡൽഹി 110001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ജയ്പൂർ നവംബർ 28 ശനി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഭാരതം ഓഡിറ്റോറിയം, ടാഗോർ പബ്ലിക് സ്കൂൾ ക്യാമ്പസ്, വൈശാലി നഗർ, നാഷണൽ ഹാൻഡ്ലൂമിന് എതിർവശം, ജയ്പൂർ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം നവംബർ 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് കരുണയുള്ള ദൈവമാണ്, മനസ്സലിവുള്ളവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ചില സമയത്ത് പ്രാർത്ഥനകളുടെ മറുപടി വൈകുന്നു എന്ന് തോന്നിയാലും ഓർക്കണം, ഗോഡ് ഹാസ് ഹിസ് ഓൺ ടൈം. പക്ഷെ ബൈബിൾ പറയുന്നത് നമ്മൾ എപ്പോഴാണോ മറുപടി വരുന്നത് അതുവരെ കാത്തിരിക്കുക. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പിതാവിൻ്റെ സന്നിധിയിൽ വരുന്നു. ഈ സമയത്ത് ഭവനങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ, ജയിലുകളിൽ, എവിടെയാണോ അവിടെയെല്ലാം രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം ഇപ്പോൾ മുതൽ ഉണ്ടാകട്ടെ. സൊറായസിസ് ബാധിച്ച, ത്വക്ക് രോഗം ബാധിച്ച ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. മറ്റൊന്ന്, ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ മറ്റൊരു ത്വക്ക് രോഗമാണ്. സ്കിൻ വല്ലാതെ വലിഞ്ഞ് മുറുകി വല്ലാത്ത നിറത്തിലേക്ക് വന്ന് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വെള്ളം ഒലിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളൊരു അവസ്ഥ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ രോഗം ഇപ്പോൾ
സൗഖ്യമാകട്ടെ. അതുപോലെ സിവിയർ ആസ്മ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ത്രോട്ടിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ സൗഖ്യമാകട്ടെ. ലങ്സ് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. മൈഗ്രെയിൻ ഹെഡേക്ക് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ചില കിടപ്പ് രോഗികൾ കിടന്ന കിടപ്പിൽ തന്നെ ചില രോഗികൾ ഇത് കാണുന്നുണ്ട്. അവരുടെ മേൽ യേശു കർത്താവിൻ്റെ ഒരു സൗഖ്യം ഇപ്പോൾ കർത്താവ് അയക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവ് എനിക്ക് കുഞ്ഞുങ്ങളെ തരും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവർക്ക് പൈതങ്ങളെ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുപോലെ കാതിൽ നിന്നും പഴുപ്പ് പൊട്ടി ഒലിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ മാറട്ടെ. മാരക രോഗങ്ങൾ മാറട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങളുടെ രോഗമോ പ്രയാസമോ ഇല്ലെങ്കിലും നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഏത് വിഷയത്തിലും കർത്താവെ നിൻ്റെ കരം നീട്ടി നിൻ്റെ കുഞ്ഞുങ്ങളെ തൊടുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവെ നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്കൊരു വിടുതലുണ്ടായി, യേശു നിങ്ങളെ സഹായിച്ചു, അനുഗ്രഹിച്ചു, ഒരു അത്ഭുതം നടന്നുവെങ്കിൽ തീർച്ചയായും പ്രയർ കോൾ സെൻറ്ററിലെ നമ്പറിൽ വിളിച്ച് അത് അറിയിക്കുക. കൂടാതെ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലോ ബ്ലെസ്സിങ് സെൻറ്ററിലോ വന്ന് യേശു കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അത് റിപ്പോർട്ട് ചെയ്യുക. കർത്താവ് തുടർന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് കൊല്ലത്തും അതിന് ശേഷം പിറ്റേ ദിവസം ശനിയാഴ്ച കോട്ടയത്തുമാണ്. സ്ക്രീനിൽ കാണിക്കുന്ന വിവരങ്ങൾ നോക്കി തീർച്ചയായും വരണം. മറക്കാതെ നാളെ കാലിക്കറ്റിൽ നമ്മുടെ റീജിയണൽ യൂത്ത് ക്യാമ്പ് നമ്പർ 4 നടക്കുകയാണ്. തീർച്ചയായും എല്ലാ യുവജനങ്ങളും വന്നു ചേരുക. മാതാപിതാക്കൾ അവരെ ഉത്സാഹിപ്പിക്കുക. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങൾ, CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.